നമസ്കാരം. നവരാത്രിയുടെ അതിവിശേഷപ്പെട്ട ദിവസങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ നവരാത്രി ആരംഭത്തോടെ തന്നെ തലവര മാറിയതായ ചില നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് അഥവാ ആ നാളുകാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. വ്യാഴത്തിൻ്റെയും മീനത്തിൻ്റെയും ചന്ദ്രന്റെയും ഗതിമാറ്റം പല നക്ഷത്രക്കാർക്കും പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങൾ തന്നെയാണ് നൽകുക. തന്മൂലം ചില പ്രത്യേകമായ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ശത്രുക്കളുടെ നാശം പോലും ഇവർക്ക് നേരിൽ കാണുവാൻ സാധിക്കും. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച വന്നു ചേരാൻ പോകുന്ന ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാർ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചന്ദ്രൻ 4-ാം പാദത്തിൽ നിൽക്കുന്നതിനാൽ ഈ രാശിയിൽ വരുന്നതായ നക്ഷത്രക്കാർക്ക് നിരവധിയാർന്ന ഗുണകരമായ മാറ്റങ്ങൾ ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെ പരാമർശിക്കാം. പലപ്പോഴും ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് പല രീതിയിലുള്ള ചിന്തകൾ കടന്നു വരാം. അത് തെറ്റായ ചിന്തകളുമാകാം, ദേഷ്യത്താൽ എടുക്കുന്ന തീരുമാനങ്ങളോ അത്തരത്തിൽ മനസ്സിൽ വന്നു ചേരുന്ന ചിന്തകളോ ആകാം. പലപ്പോഴും അത് പലർക്കും നിയന്ത്രിക്കാൻ സാധിക്കാതെ വരികയും അത് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. എന്നാൽ അത്തരത്തിൽ വന്നു ചേരുന്നതായ ചില ചിന്തകൾ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതിനാൽ പല കാര്യങ്ങളിലും നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കുക, ദോഷകരമായ ഫലങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ പല കാര്യങ്ങളിലും കാലതാമസമില്ലാതെ തന്നെ ഫലങ്ങൾ അനുകൂലമായി തീരാം. ധനപരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാകാം. എന്നാൽ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ധനം നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അനുകൂലമായ കാര്യങ്ങൾ ചിന്തിച്ച് നിങ്ങൾക്ക് തീരുമാനം എടുക്കുവാൻ സാധിക്കും. പലവിധ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധിക്കും. കുടുംബക്കാരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പിന്തുണ വളരെയധികം പല കാര്യങ്ങളിലും ലഭിക്കും. അത് സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. ജോലിയുമായി ബന്ധപ്പെട്ടോ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ വന്നു ചേർന്നിരിക്കുന്നതായ സമ്മർദ്ദങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. സാമ്പത്തികപരമായ ഉയർച്ച, നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ധനലാഭം, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ വ്യാഴത്തിന്റെ സ്ഥാനം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. അതിനാൽ വ്യവസായവുമായി ബന്ധപ്പെട്ടും തൊഴിൽപരമായും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ് കൂടുതൽ വിപുലമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കച്ചവടത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നേട്ടങ്ങൾ, ചില പ്രത്യേകമായ ഓഫറുകൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പേരും പ്രശസ്തിയും അഥവാ നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ പോലും സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് എപ്രകാരം ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധിക്കും, ഇത്തരത്തിലുള്ള ചിന്തകൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. കൂടാതെ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഇടവം രാശിക്കാർക്കും കാര്യങ്ങൾ അനുകൂലം തന്നെയാണ്. വ്യാഴം മീനം രാശിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് വളരെയധികം വർദ്ധിക്കുവാൻ ലഭിക്കുവാൻ പോകുന്നതായ സമയം തന്നെയാണ് ഇത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ധനം വർദ്ധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അഥവാ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരാം. നിങ്ങൾക്ക് യശസ്, കീർത്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ, തൊഴിൽപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച, സൗഭാഗ്യങ്ങൾ, പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ പോലും കൂടുതൽ തന്നെയാണ്. കൂടാതെ പല വ്യക്തികളുടെയും സഹായത്താൽ നിങ്ങൾക്ക് ഈ സമയം പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാൻ പോലും സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക.
പേരും പ്രശസ്തിയും ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം തന്നെയാണ് ഇത്. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ബന്ധുക്കളിൽ നിന്നും നാട്ടുകാർക്കിടയിലും നിങ്ങളുടെ പേര് വർദ്ധിക്കുക, ഇവരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമാവുക, ചില സഹായങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. പ്രണയ സാഫല്യം വന്നു ചേരാം. വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിദേശത്തേക്ക് പോകുവാനുള്ള ഭാഗ്യം പോലും സിദ്ധിക്കാം. പഠനവുമായി ബന്ധപ്പെട്ട് ഉയർച്ച കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ നിങ്ങൾക്ക് ഈ സമയം ഉയർച്ച അല്ലെങ്കിൽ നിങ്ങളുടെ ശുഭകരമായ സമയം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ചിങ്ങം രാശിക്കാർക്കും കാര്യങ്ങൾ അനുകൂലം തന്നെയാകുന്നു. സൂര്യൻ 5-ാം പാദത്തിൽ എത്തി നിൽക്കുന്നതിനാൽ ഈ രാശിക്കാർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ഈ സമയം നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരാം. ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നേടിയെടുക്കുക, സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ഭവിക്കാം. കഠിനമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. കഠിന പ്രയത്നത്താൽ നേട്ടങ്ങൾ വന്നു ചേരാം. യാതൊരു മടിയും കൂടാതെ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾക്കും കാരണമായി തീരുന്ന ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. പുതിയ കഴിവുകൾ പോലും വികസിപ്പിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കണ്ടെത്തി അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ശോഭിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ധനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങൾ എപ്രകാരം ഒഴിവാക്കുവാൻ സാധിക്കും എന്ന വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് വന്നു ചേരാം. ചൊവ്വയുടെ സ്ഥാനം അനുകൂലമായതിനാൽ തന്നെ പല കാര്യങ്ങളും ചെയ്യുവാനുള്ള ആത്മധൈര്യം നിങ്ങൾക്ക് വർദ്ധിക്കും. കൂടാതെ കൃത്യമായി തന്നെ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. പുതിയ വീട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. വരുമാനം പോലും ഈ സമയം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ അല്ലെങ്കിൽ ഇരട്ടിപ്പിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പൊതുവിൽ നിങ്ങൾക്കും സമയം അനുകൂലം തന്നെയാകുന്നു. മീനം രാശിക്കാർക്കും അനുകൂലം തന്നെയാണ് സമയം. നവരാത്രിയുമായി ബന്ധപ്പെട്ട ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. സാമ്പത്തികപരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. പല നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുകയും അത് നിങ്ങൾക്ക് സാമ്പത്തികപരവും അല്ലാതെയുമുള്ള നേട്ടങ്ങൾ കൊണ്ടുവരുന്നതിന് കാരണമായി തീരും. കടബാധ്യതകൾ തീർക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങാം. കൂടാതെ പല വ്യക്തികളിൽ നിന്നും സഹായമായി പല കാര്യങ്ങളും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. പുതിയ ബിസിനസ് ആരംഭിക്കുവാനുള്ള സാഹചര്യം അനുകൂലമാകാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉയർച്ച നൽകുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. കൂടാതെ ശത്രുക്കളെ നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നഷ്ടം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശത്രുക്കൾ നിങ്ങൾക്ക് വരുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ശത്രുക്കളെ ഫലപ്രദമായി നേരിടുന്നതിനാൽ തന്നെ അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ പങ്കാളിയുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും. വിദേശത്തും നാട്ടിലും തൊഴിൽ ലഭിക്കുക ജോലിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അല്ല പഠനവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും പോകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ശത്രുക്കളുടെ നാശം പോലും കൺമുൻപിൽ കാണുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അത്തരത്തിലൊരു യോഗം കൂടി ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരാവുന്നതാണ്. ഈ സമയം ദുർഗാദേവിയെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും.